ഞാൻ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ചിലർ ക്യാമറ എന്ന് പറയും. എൻ്റെ അടുത്ത് സ്റ്റുഡൻറ്റ് വന്നു പൈത്തൺ ഫുൾ സ്റ്റാക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈത്തൺ ബേസിക്സ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അടുത്ത ചില പറഞ്ഞു ഞാൻ പറഞ്ഞു 70% കഴിഞ്ഞിട്ടോ കോഴ്സ് കഴിയാറായി, പൈത്തൺ ബേസിക്സ് കഴിയാറായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ് ഉണ്ട് കോളേജിൽ, ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ആ അസൈൻമെൻറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് എൻ്റെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനകത്ത് മോഡൽസ് വേറെ അല്ലേ, LLMs വരുന്നുണ്ട്, റിഗ്രഷൻസ് അതൊക്കെ അറിയുമെന്ന് ചോദിച്ചു. അതൊക്കെ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് തുടങ്ങി. കൂടുതൽ ആൾക്കാർക്ക് ഈ മാത്തമാറ്റിക്സ് ആണ് ബിഹൈൻഡ് ദ സീൻ അറിയാതെയാണ് ഈ പറഞ്ഞ കോഴ്സ് സെല് ചെയ്യുന്നതിൻ്റെ ഭാഗത്തിൽ ഞാൻ മനസ്സിലാക്കി അതിന് രണ്ട് സൈഡ് ഉണ്ട് എന്നുള്ള. അപ്പം AI എന്നുള്ളതിനൊരു പ്രോപ്പർ അവയർനെസ് നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല. ഞാൻ ചോദിക്കുക AI എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ചിലർ ക്യാമറ എന്ന് പറയും, ചിലർ ChatGPT എന്ന് പറയുണ്ടാവും, ചിലർ അലക്സ എന്ന് പറയും, അല്ലെങ്കിൽ റോബോട്ട് എന്ന് പറയും, ടെസ്ല എന്ന് പറയും. അങ്ങനെ പല ആൻസേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്തും പല രീതിയിലായിരിക്കും ആൾക്കാർ കാണാം. അപ്പോൾ ഞാൻ അതിൽ കണ്ടിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ അതിൻ്റെ യൂസേഴ്സായിട്ട് മാറാം, ഒന്ന് നമുക്ക് ഡെവലപ്പേഴ്സായിട്ടും മാറാം. അപ്പം യൂസേഴ്സ് ആവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പോസിബിളാണ്. പക്ഷേ ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ആവുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ അല്ല. ഇന്ന് നമ്മുടെ നാട്ടുകളിലുള്ള ഈ ചെറിയ കോഴ്സ് 6 മാസം കൊണ്ടുള്ള കോഴ്സ് ഒന്ന് പഠിച്ചിട്ട് ഒരാളും ഒരുപക്ഷെ ഡെവലപ്പർ ആവില്ല. കാരണം ഒരു 5, 6, 8, 10 വർഷമുള്ള ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ LLM എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഓരോ LLM മോഡൽസും ഇവിടെയൊക്കെ എത്തുന്നത്. അപ്പം ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ ഓപ്പൺ എയിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും അത്രയും രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടാവും.